രണ്ടാമത്തെ ഐറ്റം മെറ്റീരിയൽസ് ആണ് മാത്തമാറ്റിക്കൽ മെറ്റീരിയൽസ്. മാത്തമാറ്റിക്സിനെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് കുട്ടികളിൽ വികസിപ്പിച്ചെടുക്കുന്നതിന് ഉതകുന്ന രൂപത്തിലുള്ള ആക്ടിവിറ്റീസും അതുപോലെ തന്നെ അതിനു വേണ്ടിയുള്ള മെറ്റീരിയൽസുമാണ് ഈ മാത്തമാറ്റിക്കൽ മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. അതിലെ ഒരു മോണ്ടിസോറി മെറ്റീരിയൽ എന്ന് പറയുന്നത് നമ്പർ റോഡ്സ് ആണ്. എന്താണ്? നമ്പർ റോഡ്സ്. ചുവപ്പ്, നീല എന്നീ നിറങ്ങളിൽ കളർ ചെയ്തിട്ടുള്ള വ്യത്യസ്ത നീളങ്ങളുള്ള റോഡ്സ് അല്ലെങ്കിൽ ദണ്ടുകളാണ് വാസ്തവത്തിൽ നമ്പർ റോഡ്സ് എന്ന് പറഞ്ഞാൽ. 1 എന്നതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ റോഡ്, 2 സൂചിപ്പിക്കാൻ ഇതിൻ്റെ ഇരട്ടി നീളം ഉള്ള മറ്റൊരു റോഡ്, ഇതിൻ്റെ ഒരു ഭാഗം ഒരു കളറ്, 1 നീല 1 ചുവപ്പ്, നീല ചുവപ്പ് എന്നീ കളറുകളിൽ ഈ 2നെ സൂചിപ്പിക്കാനും നീല ചുവപ്പ്. ഇങ്ങനെ നമ്പേഴ്സിനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള റോഡ്സാണ് എന്തെന്ന് പറയുന്നത് നമ്പർ റോഡ്സ് എന്ന് പറയുന്നത്. ഇത് കുട്ടികളിൽ നമ്പേഴ്സിനെ കുറിച്ചുള്ള കൺസെപ്റ്റ് ഉണ്ടാക്കാൻ സാധ്യമാകുന്നു. അതുപോലെ തന്നെ 1, 2, 3 എന്നിങ്ങനെ കൗണ്ട് ചെയ്യുവാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് കഴിയുന്നു. അതോടൊപ്പം തന്നെ ക്വാണ്ടിറ്റി എന്ന കൺസെപ്റ്റും കുട്ടികളിൽ ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് സൃഷ്ടിക്കുവാൻ വേണ്ടിയിട്ട് ഈ നമ്പർ റോഡ്സ് സഹായകമാകുന്നു. മറ്റൊരു മാത്തമാറ്റിക്കൽ മെറ്റീരിയലാണ് ഗോൾഡൻ ബീഡ്സ്. വ്യത്യസ്ത കമ്പികളിൽ കോർത്ത മുത്തുകൾ, ഇതാണ് ഗോൾഡൻ ബീഡ്സ് എന്ന് പറയുന്നത്. 1, 2, 3 അങ്ങനെ 10 വരെ ഉള്ള 1 തൊട്ട് 10 വരെയും അതുപോലെ തന്നെ 10ൻ്റെ മൾട്ടിപ്പിൾസും ഒക്കെ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഗോൾഡൻ ബീഡ്സ് ഉപയോഗിക്കുന്നു. 10ൻ്റെ മൾട്ടിപ്പിൾസ് 10, 20, 30, 40, 50 അങ്ങനെ 100 വരെയുള്ള ഒരു കൺസെപ്റ്റ് കുട്ടികളിൽ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ 100ൻ്റെ മൾട്ടിപ്പിൾസ് 200, 300 അങ്ങനെ തുടങ്ങി 1000 വരെ 10 100 ചേർന്നാലാണ് 1000 എന്ന കൺസെപ്റ്റ് കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നു. ഇതിനു വേണ്ടിയിട്ടാണ് ഗോൾഡൻ ബീഡ്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ യൂണിറ്റ്സ്, ടെൻസ്, ഹൺഡ്രഡ്സ്, തൗസൻഡ്സ് എന്നീ കൺസെപ്റ്റ് കുട്ടികളിൽ വളർത്തുവാൻ വേണ്ടിയിട്ട് ഗോൾഡൻ ബീഡ്സ് ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ മാത്തമാറ്റിക്സിലെ പ്ലേസ് വാല്യൂ, ഒറ്റയുടെ സ്ഥാനത്തേക്കം, 10ൻ്റെ സ്ഥാനം, 100ൻ്റെ സ്ഥാനം, 1000ൻ്റെ സ്ഥാനം എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഇതിനെയാണ് എന്തെന്ന് പറയുന്നത് പ്ലേസ് വാല്യൂ എന്ന് പറയുന്നത്. ഈ പ്ലേസ് വാല്യൂ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിനും ഏത് സഹായകമാണ്? ഗോൾഡൻ ബീഡ്സ് സഹായകമാണ്. മറ്റൊന്നാണ് സാൻഡ് പേപ്പർ നമ്പേഴ്സ്. നമ്മൾ സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് എല്ലാം പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ സാൻഡ് പേപ്പറിൽ സൃഷ്ടിക്കുന്ന നമ്പേഴ്സാണ് വാസ്തവത്തിൽ എന്തെന്ന് പറയുന്നത് സാൻഡ് പേപ്പർ നമ്പേഴ്സ് എന്ന് പറയുന്നത്. കുട്ടികൾ വിരലുകൾ കൊണ്ട് ട്രേസ് ചെയ്ത് ആ നമ്പറുകൾ മനസ്സിലാക്കുന്നു. ട്രേസ് ചെയ്യുമ്പോൾ എന്താണ് അവിടെ നടക്കുന്നത്? സ്പർശനത്തിലൂടെ കുട്ടികൾ ആ നമ്പർ മനസ്സിലാക്കുകയാണ്. ഒരു ടാക്റ്റൈൽ റെക്കഗ്നീഷനാണ് അവിടെ നടക്കുന്നത്. എഴുതുവാൻ വേണ്ടിയിട്ട് കുട്ടിയെ പ്രാപ്തമാക്കുക കൂടിയാണ് ചെയ്യുന്നത് ഈ സാൻഡ് പേപ്പർ നമ്പേഴ്സിലൂടെ. അടുത്ത സെറ്റാണ് ലാംഗ്വേജ് മെറ്റീരിയൽസ്. മൂന്നാമതായിട്ട് എന്താണ്? ലാംഗ്വേജ് മെറ്റീരിയൽസ്. അതിലെ പ്രമുഖ സ്ഥാനം സാൻഡ് പേപ്പർ ലെറ്റേഴ്സിന് തന്നെ. ഇതാണ് സാൻഡ് പേപ്പർ ലെറ്റേഴ്സ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതിൻ്റെ പ്രാക്ടിക്കലെല്ലാം ചെയ്തിട്ടുമുണ്ട്. ഇവിടെയും കുട്ടികൾ ലെറ്റേഴ്സ് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? ട്രേസ് ചെയ്തിട്ടാണ് അല്ലേ? 2 വിരലുകൾ കൊണ്ട് ട്രേസ് ചെയ്ത് അവർ ലെറ്റേഴ്സ് മനസ്സിലാക്കുന്നു. അതോടൊപ്പം തന്നെ അതിൻ്റെ സൗണ്ടും അവർ മനസ്സിലാക്കുന്നു. ഫൊണറ്റിക്സിൻ്റെ ആദ്യ പാഠങ്ങൾ അവർ നേടുന്നത് വാസ്തവത്തിൽ ഈ സാൻഡ് പേപ്പർ ലെറ്റേഴ്സിലൂടെയാണ്. അതുപോലെ തന്നെ അടുത്ത സ്റ്റേജിലുള്ള അവരുടെ എഴുത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നതും വാസ്തവത്തിൽ ഈ ട്രേസിങ്ങിലൂടെയാണ്. അപ്പോൾ ഒരു റൈറ്റിങ്ങിനായുള്ള പ്രിപ്പറേഷൻ കൂടിയാണ് എന്തെന്ന് പറയുന്നത് ഈ ട്രേസ് ചെയ്തുകൊണ്ട് ലെറ്റേഴ്സിനെ മനസ്സിലാക്കുന്നത്. ഒന്നാമതായി ടാക്റ്റൈൽ റെക്കഗ്നീഷൻ, അതായത് സ്പർശിച്ചുകൊണ്ട് ലെറ്റേഴ്സിനെ തിരിച്ചറിയുക. അതോടൊപ്പം തന്നെ ആ ലെറ്ററിൻ്റെ ആൽഫബറ്റിൻ്റെ ഫോണറ്റിക്സ്
അതല്ലെങ്കിൽ അതിൻ്റെ സൗണ്ട് ഏത് നിലയിലാണ് ഉച്ചരിക്കേണ്ടത് എന്നും അവർ മനസ്സിലാക്കുന്നു, പഠിക്കുന്നു. ഈ ഇനത്തിൽ രണ്ടാമത്തായിട്ടാണ് മൂവബിൾ ലെറ്റേഴ്സ്. ഇത് മറ്റൊന്നുമല്ല, സാധാരണ തടി കൊണ്ടോ അതല്ലെങ്കിൽ പ്ലാസ്റ്റിക് കൊണ്ടോ ഒക്കെ നിർമ്മിച്ച ആൽഫബറ്റ്സ്, ABCD തുടങ്ങിയ ആൽഫബറ്റ്സ്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ഒരു വേർഡ് കുട്ടികളെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്. ഉദാഹരണം CAT, ഇങ്ങനെ പ്ലാസ്റ്റിക്കിലുള്ള 3 ആൽഫബറ്റ്സ് അടുപ്പിച്ച് വെക്കുന്നു. കുട്ടികൾ പഠിക്കുന്നു കാറ്റ്, കാറ്റ്. ആ രൂപത്തിൽ കുട്ടികളെ വേർഡ്സ് പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വാസ്തവത്തിൽ ഏത് ഉപയോഗിക്കുന്നത്? മൂവബിൾ ലെറ്റേഴ്സ് ഉപയോഗിക്കുന്നത്. ഈ മൂവബിൾ ലെറ്റേഴ്സ് കുട്ടികളുടെ വേർഡ് ബിൽഡിംഗ് കപ്പാസിറ്റി വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. അതുപോലെ തന്നെ ഫോണറ്റിക് അണ്ടർസ്റ്റാൻഡിങ്, ഓരോ ലെറ്ററിൻ്റെയും സൗണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ആ വേർഡ് എങ്ങനെ വായിക്കാം, അതുപോലെ തന്നെ കുട്ടിയുടെ ലിറ്റററി സ്കിൽസും ഇതിലൂടെ വർദ്ധിപ്പിക്കാൻ കഴിയുന്നു. ഇനി അടുത്തൊരു ഇനം മെറ്റീരിയൽസാണ് കൾച്ചറൽ മെറ്റീരിയൽസ്. അതിൽ ഒന്നാമത്തെ ഇനം നമുക്ക് നോക്കാം, ഗ്ലോബ്സ് ആൻഡ് മാപ്സ്. ഗ്ലോബുകളും മാപ്പുകളും. ഒരു ഗ്ലോബ് കാണിച്ചാൽ കുട്ടിക്ക് എന്തെല്ലാം മനസ്സിലാക്കാൻ കഴിയും? ഭൂമിയുടെ ഉപരിതലത്തിൽ കരഭാഗമുണ്ട്, അതുപോലെ തന്നെ കടൽ ഭാഗവുമുണ്ട് എന്ന് കുട്ടിക്ക് തിരിച്ചറിയുന്നു. അതോടൊപ്പം തന്നെ വൻകരകളെക്കുറിച്ച്, കോണ്ടിനെൻസിനെ കുറിച്ച് കുട്ടി മനസ്സിലാക്കുന്ന 7 വൻകരകളെക്കുറിച്ച് കുട്ടിക്ക് അറിയാൻ കഴിയുന്നു. അതുപോലെ തന്നെ ഓരോ രാജ്യത്തെക്കുറിച്ചും കുട്ടി മനസ്സിലാക്കുന്നു. ഓരോ രാജ്യത്തിൻ്റെയും സ്ഥാനം എവിടെ എന്നൊക്കെ കുട്ടി മനസ്സിലാക്കുന്നു. ഇതിലൂടെ ഗ്ലോബുകളിലൂടെയും അതുപോലെ തന്നെ മാപ്പുകളിലൂടെയും. മൊത്തത്തിൽ പറഞ്ഞാൽ ജിയോഗ്രാഫിക്കൽ ഫീച്ചേഴ്സ് ഇവിടെ മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് ഗ്ലോബ്സും അതുപോലെ തന്നെ മാപ്സുമെല്ലാം സഹായകമാവുന്നു. മറ്റൊന്നാണ് ബോട്ടണി ആൻഡ് സുവോളജിക്കൽ പസിൽസ്. ബോട്ടണി ചെടികളും വൃക്ഷങ്ങളുമൊക്കെ ആണെങ്കിൽ സുവോളജി എന്നുള്ളത് മൃഗങ്ങളെക്കുറിച്ചുള്ള പഠനമാണ്. ബോട്ടണിയും സുവോളജിയുമായി ബന്ധപ്പെട്ട പസിൽസാണ് അടുത്ത ഇനം. എന്ന് പറഞ്ഞാൽ, ഒരു ഉദാഹരണത്തിന് ഒരു വൃക്ഷത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ പാർട്ട് ബൈ പാർട്ടായിട്ട് നമുക്ക് തന്നിരിക്കുന്നു. അവ യോജിപ്പിച്ചുകൊണ്ട് ആ ഒരു വൃക്ഷം പൂർത്തിയാക്കുക. അപ്പോൾ കുട്ടി വളരെ ആലോചിച്ചിട്ട് വേണം വാസ്തവത്തിൽ ആ ഒരു ടാസ്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു വൃക്ഷത്തെക്കുറിച്ച് കുട്ടിക്ക് ഐഡിയ ഇതിലൂടെ ലഭിക്കുന്നു. അങ്ങനെ ആ ഐഡിയ ലഭിച്ചതിനനുസരിച്ച് ഈ പാർട്സ് എല്ലാം ജോയിൻ ചെയ്തുകൊണ്ട് ആ ഒരു വൃക്ഷം പൂർത്തീകരിക്കുന്നു. അതുപോലെ തന്നെ സുവോളജിക്കൽ പസിൽസ് എന്ന് പറയുമ്പോൾ ഒരു മൃഗത്തിൻ്റെ ഉടലും അതുപോലെ തന്നെ തലയും യോജിപ്പിച്ചുകൊണ്ട് ആ മൃഗത്തെ പൂർത്തീകരിക്കുക, ആ മൃഗത്തിൻ്റെ ചിത്രം നമ്മൾ പൂർത്തീകരിക്കുക. വ്യത്യസ്ത മൃഗങ്ങളുടെ ഉടലുകൾ ഒരു ഭാഗത്ത് തന്നിരിക്കുന്നു, അതുപോലെ തന്നെ വ്യത്യസ്ത മൃഗങ്ങളുടെ തലഭാഗം വേറെ തന്നിരിക്കുന്നു. എന്നിട്ട് ആ ഉടലിൻ്റെ ഭാഗവും തലയുടെ ഭാഗവും ചേർത്ത് വെച്ചുകൊണ്ട് ആ മൃഗം ശരിയായ രൂപത്തിൽ ആ മൃഗത്തെ കാണിച്ച് കുട്ടിയെ ആ മൃഗത്തെ റെക്കഗ്നൈസ് ചെയ്യാൻ കുട്ടിയെ പ്രാപ്തമാക്കുന്ന ഒരു പസിൽ ആണ് വാസ്തവത്തിൽ ഈ സുവോളജിക്കൽ പസിലിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. കുട്ടികളിൽ ഈ ബയോളജിക്കൽ കോൺസെപ്റ്റ്സും അതുപോലെ തന്നെ സുവോളജിക്കൽ കോൺസെപ്റ്റ്സും വളർത്തുന്നതിന് ഇത്തരത്തിലുള്ള പസിൽസ് ഏറെ സഹായകമാണ്. അതോടൊപ്പം തന്നെ കുട്ടികൾ ഈ വർക്ക് ചെയ്യുമ്പോൾ അവരുടെ ഫൈൻ മോട്ടോർ സ്കിൽസും ഇവിടെ ഡെവലപ്പ് ചെയ്യുകയാണ്. അതേപോലെ തന്നെ കുട്ടികളിൽ കോൺസെൻട്രേഷൻ വർദ്ധിപ്പിക്കുന്നതിനും കോർഡിനേഷൻ ഉണ്ടാക്കുന്നതിനും വാസ്തവത്തിൽ ഈ ഒരു ടാസ്ക് കൊണ്ട് അവർക്ക് സാധ്യമാവുന്നു. അപ്പോൾ പ്രധാനപ്പെട്ട ചില മോണ്ടിസോറി മെറ്റീരിയൽസിനെ കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്തത്. ഈ മോണ്ടിസോറി മെറ്റീരിയൽസിൻ്റെ പ്രാധാന്യം എന്ത് എന്നുകൂടി നമുക്കൊന്ന് ചർച്ച ചെയ്ത് പോകാം. മോണ്ടിസോറി ആക്ടിവിറ്റികൾ എന്ന് പറയുന്നത് ഹാൻഡ്സ് ഓൺ ആക്ടിവിറ്റീസാണ്. എന്താണ് ഹാൻഡ്സ് ഓൺ ആക്ടിവിറ്റീസ്? അല്ലെങ്കിൽ ഇവിടെ ഒരു ഹാൻഡ്സ് ഓൺ ലേണിംഗ് ആണ് നടക്കുന്നത്. ഇതാണ് ഹാൻഡ്സ് ഓൺ ലേണിംഗ്. അതായത് സ്വയം ചെയ്ത് കാര്യങ്ങൾ ഗ്രഹിക്കുന്നതിനെയാണ് ഹാൻഡ്സ് ഓൺ ലേണിംഗ് എന്ന് പറയുന്നത്.
സ്വയം ആക്ടിവിറ്റികൾ ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതാണ് ഹാൻഡ്സ് ഓൺ ലേണിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിലൂടെ കുട്ടികൾ ഒരു ഇൻഡിപെൻഡൻസ് കൂടി നേടുകയാണ്. എന്താണ് ഇൻഡിപെൻഡൻസ്? സ്വയം ഓരോ കാര്യങ്ങൾ ചെയ്യുവാൻ അവർക്ക് സ്വാതന്ത്ര്യം ലഭിക്കുകയാണ് അവിടെ. അങ്ങനെ ഒരു ഇൻഡിപെൻഡൻസ് അവർക്ക് അവിടെ നേടാൻ കഴിയുന്നു. അഥവാ ഒരു സെൽഫ് ഡയറക്റ്റഡ് ആക്ടിവിറ്റിയാണ് അവർ ചെയ്യുന്നത് എന്ന് ചുരുക്കം. മൂന്നാമതായിട്ട് സീക്വൻസ്ഡ് ലേണിംഗ്. മോണ്ടിസോറി മെറ്റീരിയൽസ് എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരു ക്രമത്തിലാണ്. ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്നിലേക്ക് അവർ കടക്കുമ്പോൾ ആദ്യത്തെ ആക്ടിവിറ്റിയുടെ തുടർച്ചയായിരിക്കും രണ്ടാമത്തെ ആക്ടിവിറ്റി. അങ്ങനെ ഒരു സീക്വൻസ്ഡ് ആയിട്ടുള്ള അറേഞ്ച്മെൻ്റാണ് വാസ്തവത്തിൽ മോണ്ടിസോറി മെറ്റീരിയൽസിൽ ഉള്ളത്. അവ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ആ രൂപത്തിലാണ്. ആദ്യത്തെ ആക്ടിവിറ്റിയുടെ തുടർച്ച എന്നോണം അടുത്ത ആക്ടിവിറ്റി അവർ ചെയ്യുമ്പോൾ അവർക്ക് വീണ്ടും വീണ്ടും ഓരോ ആക്ടിവിറ്റികളും ചെയ്യാനുള്ള ഒരു ഉത്തേജനം ഉണ്ടാകുന്നു. അവർ വീണ്ടും വീണ്ടും ആക്ടിവിറ്റികളിലേക്ക് നീങ്ങാനുള്ളൊരു പ്രോത്സാഹനം അതുമൂലം സാധ്യമാകുന്നു. മുഖ്യമായിട്ടും ഇവിടെ ഒരു സെൻസറി ഡെവലപ്മെൻ്റ് ആണ് നടക്കുന്നത്. സെൻസസിനെ ഡെവലപ്പ് ചെയ്യുക, ഇന്ദ്രിയങ്ങളെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു രീതിയാണ് വാസ്തവത്തിൽ മോണ്ടിസോറി കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അഥവാ സെൻസസിനെ റിഫൈൻ ചെയ്തുകൊണ്ട് ലേണിംഗ് പ്രോസസ്സിനെ ഉത്തേജിപ്പിക്കുക എന്നുള്ളതാണ് വാസ്തവത്തിൽ ഈ മോണ്ടിസോറി മെത്തേഡിലൂടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഒരു ഇൻട്രിൻസിക് മോട്ടിവേഷനാണ് ഇതിലൂടെ കുട്ടികൾ നേടുന്നത്. എന്ന് പറഞ്ഞാൽ കുട്ടികളിൽ അന്തർലീനമായിട്ടുള്ള കഴിവുകളെ ഉത്തേജിപ്പിക്കാൻ സഹായകമാകുന്ന മെറ്റീരിയൽസാണ് വാസ്തവത്തിൽ മോണ്ടിസോറി മെത്തഡോളജിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കുട്ടികൾ ഒരു ആക്ടിവിറ്റി തെറ്റായി ചെയ്താലും അതിനെ അവർ മനസ്സിലാക്കുകയും അത് ശരിയായ രൂപത്തിലേക്ക് മാറ്റുവാൻ അവരെ പര്യാപ്തമാക്കുകയും ചെയ്യുന്ന രീതിയിലാണ് മെറ്റീരിയൽസ് എല്ലാം അവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളതും. അതുകൊണ്ട് സ്വയം ചെയ്തു നോക്കുന്നതിലൂടെ കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ കുട്ടികൾക്ക് കഴിയുന്നു എന്നുള്ളതാണ് ഈ ഒരു മെത്തഡോളജിയുടെ പ്രാധാന്യം. എന്ന് മാത്രമല്ല, കുട്ടികളുടെ ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റ് സാധ്യമാകത്തക്ക നിലയിലാണ് വാസ്തവത്തിൽ ഓരോ ആക്ടിവിറ്റികളും അവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. താങ്ക് യു.